മുതിർന്ന ആൾക്കാരെ എപ്പോഴും റെസ്പെക്ട് ചെയ്യണം. അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഓക്കെ ആണ്, അത് മാത്രം അനുസരിച്ചോണം എന്നുള്ളൊരു സ്റ്റീരിയോടൈപ്പ് നമ്മുടെ സൊസൈറ്റിയിൽ എപ്പോഴും ഉണ്ട്. എനിക്ക് കൊച്ചിലെ ഉണ്ടാക്കിയ ഒരു മുറിവാണ് ഈ പറഞ്ഞത്. ഇപ്പോഴത് ഓർത്തിരിക്കണമെന്ന് ആലോചിച്ച് നോക്കാം. എനിക്ക് ആ ഒരു പ്രായത്തിലുള്ള വേറൊരു സാധനം ഓർമ്മയില്ല, പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളെ അവിടെ അങ്ങ് നിർത്തി ഹ്യൂമിലിയേറ്റ് ചെയ്ത് എന്തൊക്കെയോ എന്നെ പറഞ്ഞിട്ട് ആ മിസ് പറഞ്ഞൊരു വാക്കുണ്ട്, ആ വാക്ക് കാരണമാണ് ഞാൻ ഇപ്പോഴും ഇത് ഓർത്തിരിക്കുന്നത്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ടീച്ചർ ഇവരെന്തെങ്കിലും കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും ആൾക്കാർ ഇപ്പം ക്ലാസ്സിൽ കുറേ സ്റ്റുഡൻസ് കാണുമല്ലോ, അപ്പം നമ്മളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എനിക്കെന്താ കുഴപ്പം, എനിക്ക് മാത്രമാണ് എന്തെങ്കിലും പ്രശ്നം, ഞാനേ ഉള്ളൂ ഇവിടെ ഇത്രയും അലമ്പായിട്ട്. എനിക്ക് നല്ലപോലെ അത് ചെറിയ പ്രായത്തിൽ ഒരു വകതിരിവില്ലാത്ത സമയത്ത് ഇങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞാൽ അത്രത്തോളം എനിക്ക് അതെന്നെ ഒരുപാട് നാളത് ഇങ്ങനെ വേട്ടയാടി. പിന്നെ ഞാൻ ഡിപ്രസ്ഡ് ആയിട്ട് ഭയങ്കര ആൻസൈറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരുപാട് നൈറ്റ്സ് ഇങ്ങനെ ഉറങ്ങാക്കി ഇരുന്നിട്ടുണ്ട് ആ ഒരു കാരണം കൊണ്ട്. ഞാൻ ഇവന്റെ ഡ്രസ്സ് എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്തോ ചോദിച്ചതാണേ. ഞാൻ എന്തോ ഒരു ഹെൽപ്പ് ചെയ്യാൻ നോക്കിയതാ. ഇവൻ ചെന്ന് അവരോട് എന്തോ പറഞ്ഞു. ആ മിസ് വന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ട് എന്നിട്ട് പേര് വിളിക്കും. ഇന്ന പയ്യന്റെ പേരൻസും ഇന്ന പയ്യന് വേണ്ടിയിട്ടോളും. ദെൻ എത്ര മാർക്കുണ്ട് എല്ലാരും കേക്കേ, ഇത്ര മാർക്കുണ്ട്. ഹ്യൂമിലിയേഷന്റെ എക്സ്ട്രീം അതൊക്കെ. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ എന്തുവാന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും നമുക്ക് പറയാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടാകും നേരത്തെ. അത് പറയാനുള്ള ഒരു വോയിസ് ഇല്ല ആ ഒരു ഏജില്.